എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഐതിഹ്യ പെരുമ കൊണ്ടും ആചാരപ്പെരുമ കൊണ്ടും തന്നെ ജനങ്ങളെ ഏറെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ആകർഷിക്കുന്ന ഇവിടുത്തെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് നാം കാണുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന കാർണിവലിലേക്കാണ് നമ്മൾ പോകുന്നത്. കാർണിവലിന്റെ വിശേഷങ്ങൾ കാണാം. നമ്മുടെ കാർണിവൽ കാണാൻ എത്തിയ കുറച്ച് ആൾക്കാരാണ്. കോളേജിൽ നിന്നാണോ വരുന്നത് അതോ ജോലി സ്ഥലത്തല്ല? ബ്യൂട്ടി പാർലറില് കൂടെ വന്നവരൊക്കെ ചാടിക്കളഞ്ഞല്ലോ. പറ്റി അവർക്ക് പേടിയായിരിക്കും. അവർ വീട്ടിൽ പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ കാർണിവൽ? പൊളി. നമ്മളെല്ലാ വർഷവും വരുന്നത്. എല്ലാ വർഷവും വരുന്നതാണ്. ഇന്നലെ രാത്രി 2 മണി വരെ ഉണ്ടായിരുന്നു. റൈഡിലൊക്കെ കയറിയോ? മക്കള് കയറിയായിരുന്നു. ഇവരൊക്കെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ആണല്ലേ, കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. നിങ്ങളൊക്കെ റൈഡിലൊക്കെ കയറിയോ? റൈഡിലൊന്നും കയറിയില്ല, ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലേ? സമയം പോകുന്ന അറിയത്തില്ല. ആള് കയറിയായിരുന്നോ? ഞാൻ കയറിയില്ല, കയറണം. പേടിയാണോ? റൈഡിലൊന്നും കയറിയില്ലേ മക്കളെ? ആദ്യമായിട്ടാണോ ഇവിടെ? ഇന്നിപ്പോ ആദ്യമായിട്ടാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? 5 തെങ്ങില്. ചിറയൻകീഴോ? 5 തെങ്ങ് അല്ലേ? ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, അല്ലല്ലേ, ഒരുപാട് നാളെ വരുന്നുണ്ട്. കൊച്ചുമക്കളാണോ? ചെറുമക്കള്. മക്കള് റൈഡിലൊന്നും കേറിയില്ലേ? കേറണ്ടേ? അവിടെ അമ്മ വരുമ്പോ കൊണ്ടുപോകും. അമ്മ വരുമ്പോ കേറും അല്ലേ? അപ്പൊ ഒറ്റയ്ക്ക് പേടിയാണോ? വേണ്ടെങ്കിൽ അമ്മയും കൂടെ കയറുമല്ലോ. അമ്മയും കൂടെ ഉണ്ട് കയറും. റൈഡിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. ചേട്ടാ, ഇവിടെ അടുത്തുള്ളയാണോ? അടുത്തന്നെയാണോ? എല്ലാരും എത്തിയോ? വെക്കേഷൻ ആയിട്ട് എല്ലാരും റൈഡിലൊക്കെ കേറിയോ? കേറാൻ പോണ്. ആണോ? ഏതിലാ കേറാൻ പോന്നേ? അയ്യോ, പേടിയൊന്നുമില്ല അല്ലേ? എവിടെ മക്കളെ സ്ഥലം? ഭർത്താക്കല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയാണോ? ആദ്യമായിട്ടാണോ ഇവിടെ? എല്ലാ കൊല്ലം എങ്ങനെയുണ്ട്? ഏതിലാ കേറാൻ പോണേ ഇവിടെ? ഈ റൈഡിൽ ഏതാ ഇഷ്ടം? അതിലും കയറണോണ്ട് ഇതിലും കയറണോ? ആണോ? എല്ലാത്തിലൂടെ കയറുമ്പോ ഒരു പരുവാവും. വെക്കേഷനൊക്കെ അല്ലേ, അടിച്ചു പൊളിക്കാം അല്ലേ? എല്ലാ വർഷവും വരാറുണ്ടോ? ഹലോ, താനുണ്ടോ ഇതിലെങ്കിലും കേറാൻ? ആദ്യമായിട്ടല്ല, ഞങ്ങളെ ഈ അമേസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. നിങ്ങളാണ് ഈ റൈഡിന്റെ? അപ്പൊ നമ്മുടെ ഈ പൊതുവിൽ ഈ പറഞ്ഞ റൈഡുകളൊക്കെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മുടെ ഈ കാർണിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഒരു റൈഡ് നടത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ റൈഡ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുമ്പോൾ ഇത്ര സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു അതിനാൽ അമേസ്മെന്റിൽ നേരത്തെ ഉള്ളതിലോട്ടുള്ള ആൾക്കാർ കയറുന്നില്ല. അപ്പോൾ എല്ലാ വർഷവും ഉള്ളത് കൊണ്ടായിരിക്കും ആൾക്കാർ വെറൈറ്റിയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരേപോലെയുള്ള അമേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കയറുന്നതിൽ താല്പര്യം കുറഞ്ഞു വരികയാണ്. എന്നാലും നല്ല ആൾക്കാർ കയറുന്നുണ്ട്, നല്ല സഹകരണമുണ്ട്. ഈ റൈഡൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ? പുതിയ റൈഡുകൾ, വെറൈറ്റി റൈഡുകൾ ഞങ്ങളിപ്പോൾ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് പുതിയൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ സ്റ്റാർട്ടിങ് സൂപ്പർ റിയാലിറ്റി എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അങ്ങനെ പുതിയ റൈഡുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ എല്ലായിടത്തും ചേട്ടൻ തന്നെയാണോ സ്പോൺസർ ചെയ്യുന്നത്? ഇല്ല, കേരളത്തിലില്ല. ഞങ്ങളിപ്പോൾ ഇതേപോലെ ക്ഷേത്രങ്ങളിൽ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ? ഞങ്ങളുടെ അഗ്രിടെക് ഗ്രീൻ ടെക്നോളജി എന്ന കമ്പനിയാണ്. പത്തനാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതുപോലുള്ള റൈഡുകളെല്ലാം നിങ്ങൾ തന്നെയാണ്? നമ്മളെ ഇവിടെ കോൺട്രാക്ട് എടുത്തിട്ട് ഇവർക്ക് ഇവർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ളവരാണ് അവരെ വിളിച്ച് നമ്മൾ അവർക്ക് സബ് കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ മെഷീന്റെ ഒരു സെക്യൂരിറ്റി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ടെൻഷനാണ്. ഭയങ്കര ടെൻഷനാണ്. പിന്നെ നമ്മളിത് ഫുൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപയ്ക്ക് ഇത് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഒളിച്ചിരിക്കുന്ന എന്തിനാ? പേടിയാ റൈഡിൽ കയറാനോ എന്നോട് സംസാരിക്കാനോ? കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നല്ലേ? ആദ്യമായിട്ടാണോ ഈ റൈഡിലൊക്കെ കയറാൻ പോകുന്നത്? അല്ല, എങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞു. അപ്പൊ വെക്കേഷൻ ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഇവിടെ? അല്ലല്ല, എല്ലാ വർഷവും വരാറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം.
ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാളുകൾ, നിരവധി സ്റ്റാളുകൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്തും നമുക്ക് ഈ ഒരു ഉത്സവ നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വർണ്ണമനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയും. ക്യാമറമാൻ അൻഷാദ് മാസ്മരിക്കൊപ്പം ബിലുവനിസൻ, ഡിസ്മേ ന്യൂസ്.